എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു വർക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഏകവചനം ബഹുവചനം എങ്ങനെയാണ് പ്രയോഗിക്കുക എന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് അത് എങ്ങനെ പ്രയോഗിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിവിടെ ധാരാളം കുറച്ച് വാക്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ അടിവരയിടുന്ന വാക്കുകളുടെ ബഹുവചന രൂപം നിങ്ങൾ തയ്യാറാക്കി ഈ വാക്യങ്ങളെ മാറ്റി എഴുതണം. അത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ അവിടെയുള്ള രേഖാങ്കിത ശബ്ദോങ്കോ ബഹുവചൻ മേ ലിഖിയ. അതിൽ ഒന്നാമത്തെ എന്താ, കിസാൻ ഗേത്ത് മേ കാം കർത്തേ ഹൈ. അതിൽ ഈ ശബ്ദത്തിൻ്റെ ബഹുവചന രൂപം നിങ്ങൾ മാറ്റി എഴുതി ഈ വാക്യത്തെ പൂർത്തീകരിച്ച് എഴുതണം. ചിടിയാം പേട് പർ ബൈഠത്തി ഹൈ. അപ്പം ഇതിൽ ഈ വാക്കുകളെയാണ് നിങ്ങൾ ബഹുവചന രൂപത്തിലാക്കി മാറ്റേണ്ടത്. മേ അപ്നെ ബേട്ടെ കോ പഠിത്താ ഹൂം. അപ്പോൾ ഇവിടെ ബേട്ടെ കോ. ബച്ചേ മിഠായി കെ ലിയെ ഹട്ട് കർത്തേ ഹൈ. അപ്പം ഇവിടെ മിഠായി കേലി എന്ന വാക്കാണ് നിങ്ങൾ ബഹുവചന രൂപത്തിലാക്കി മാറ്റേണ്ടത്. ഇനി സപ്നേമേ മേനെ ഹാത്തി കോ ദേഖ. ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സിമ്പിളല്ല കുട്ടികളെ. സപ്നേമേ മേനെ ഹാത്തി കോ ദേഖ. ഇനി അടുത്തത് ബച്ചേ ഖിലാവുനെ കേലിയെ ഹട്ട് കർത്തേ ഹെ. അപ്പം ഇവിടെ മാറ്റേണ്ട ശബ്ദം ഇതാണ്, വാക്കുകൾ ഖിലാവുനെ കേലിയെ. ഇനി അടുത്തത് രാംനെ അപ്നെ പുത്രക്കോ ദേഖ. അപ്പോൾ ഇവിടെ പുത്രക്കോ എന്നുള്ള വാക്ക് അതിൻ്റെ ബഹുവചന രൂപം നിങ്ങൾ എഴുതണം. അടുത്തത് ഗാന്ധിജി അനാചാർ കാ വിരോധ് കർത്തേ ഥേ. അപ്പം ഇവിടെ അനാചാർ കാ ഇതാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഇനി മക്കാൻ മേ ബഹുത് ലോഗ് രഹത്തെ ഹെ. അപ്പം ഇവിടെ ഈ വാക്കുകളാണ് നിങ്ങൾ മാറ്റേണ്ടത്. അധ്യാപക് വിദ്യാർത്ഥിക്കു പഠാത്തേ ഹെ. അപ്പം ഇവിടെ ഈ വാക്കാണ് നിങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. ഇനി ഇവിടെ അധ്യാപക് ലഡ്കേക്കോ പുരസ്കാർ ദേത്തേ ഹൈ. ഇവിടെ നിങ്ങൾ ഈ വാക്കാണ് മാറ്റി ബഹുവചന രൂപമാക്കി മാറ്റി ഈ വാക്യം മാറ്റി എഴുതണം. മാതാജി ബച്ചേക്കോ ഖിലാത്തി ഹെ. അപ്പോൾ ഇവിടെ ബച്ചേക്കോ. ഇനി മേരെ ഭായി കോ ഹിന്ദി മാലൂം ഹെ. ഇവിടെ ഭായി കോ എന്നുള്ളതാണ് മാറ്റേണ്ടത്. ഇനി ലീല അപ്പനി ബേട്ടി കോ ഭുലാത്തി ഹെ. അപ്പോൾ ഇവിടെ ബേട്ടിക്കോ എന്നു മാറ്റി ഇതിൻ്റെ ബഹുവചന രൂപം എഴുതണം. ഇനി അടുത്തത് രാജ ഘോഡെ പർ സവാർ കർത്തേ ഹെ. ഇനി മാറ്റേണ്ടത് ഘോഡെ പർ എന്നുള്ളതാണ്. ഇനി അടുത്തത് ലോഗ് ഘർമേ രഹത്തെ ഹെ. ഇവിടെ മാറ്റേണ്ടത് ഘർമേ എന്നുള്ളതാണ്. ഇനി തും ജാൻവർ കോ ക്യൂ മാർത്തേ ഹോ. ഇവിടെ ജാൻവർ കോ എന്നുള്ളതാണ് മാറ്റേണ്ടത്. ഇനി സാധു സന്ത് സേ ഉസ്കി ഭേണ്ട് ഹുയി. ഇവിടെ സാധു സന്ത് എന്നാണ് അറിയാലോ, സന്യാസ ലോകം എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ കുട്ടികളെ. സാധു സന്ത് സാധു സാധു എന്ന് പറഞ്ഞാൽ സന്യാസി. അപ്പോൾ ഇതാണ് മാറ്റേണ്ടത്. ഷിക്കാരി പക്ഷി കോ മാർത്താ ഹെ. ഇവിടെ പക്ഷി എന്നുള്ളതാണ് ബഹുവചന രൂപമാക്കി മാറ്റേണ്ടത്. ഇനി ചൂഹ ബില്ലി സോ ഡർത്താ ഹെ. അപ്പോൾ ഇവിടെ ഇതാണ് മാറ്റേണ്ടത്, ബില്ലി സോ എന്നുള്ളത്. ഇനി അടുത്തത് മാതാജി ലഡ്കി കോ ബുലാത്തി ഹെ. അത്
ഇതിൻ്റെ ബഹുവചനം ലഡ്കിക്കോ എന്നുള്ള ബഹുവചന രൂപം നിങ്ങൾ മാറ്റി എഴുതണം. പിതാജി ബച്ചേക്കോ ബുലാത്തെ ഹൈ. ഉണ്ടോ? പിതാജി ബച്ചേക്കോ ബുലാത്തെ ഹൈ. അപ്പം ബച്ചേക്കോ എന്നുള്ളത് മാറ്റണം. അധ്യാപക് വിദ്യാർത്ഥിക്കോ ബുലാത്തെ ഹൈ. ഉണ്ടോ? വിദ്യാർത്ഥിക്കോ. മേ ദോസ്ത് സേ മില. അപ്പം ദോസ്ത് സേ എന്നുള്ളത് മാറ്റിയെടുക്കണം, ബഹുവചന രൂപമാക്കി മാറ്റണം. യ കിസാൻ കി ഭൂമി ഹെ. അപ്പം ഇവിടെ എന്താ മാറ്റേണ്ടത്? കിസാൻ കി എന്നുള്ളത് മാറ്റണം. അടുത്തത് അധ്യാപക് വിദ്യാർത്ഥി സേ ബോലെ. അപ്പോൾ ഇവിടെ എന്താ മാറ്റേണ്ടത്? വിദ്യാർത്ഥി സേ ബോലെ എന്നുള്ളത് മാറ്റണം. അടുത്തത് ലഡ്ക പക്ഷി കോ ഫൽ ദേത്താ ഹെ. അപ്പോൾ എന്താ മാറ്റേണ്ടത്? ഇവിടെ പക്ഷിക്കോ എന്നുള്ളത് ബഹുവചന രൂപമാക്കി മാറ്റണം. അപ്പം ഇത് വളരെ സിമ്പിളാണെന്നാണ് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചവർക്ക് ഈ ഒരു വർക്ക്, ഒരു ടാസ്ക് നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇന്നത്തെ കുഞ്ഞു ക്ലാസ്സാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.